എടുത്താൽ പോരെ. പച്ചമുളകില്ല, ഉള്ളി ഇടാം. ഉള്ളി, പച്ചമുളക്, തക്കാളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. തക്കാളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി. ഇത് സാധനം നമുക്ക് നല്ലോണം വാടട്ടെ, നല്ലപോലെ വാടണം. അത്ര 2 കല്ല് ഉപ്പിടുന്നു. വേഗം വാടാൻ വേണ്ടി 2 കല്ല് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് കല്ലാണ് ഇട്ടത്, ഉപ്പ് പൊടിയല്ല, ഉപ്പ് കല്ലിട്ടു. ഇനി ഇത് നല്ലോണം വാടട്ടെ. നല്ലോണം വാടി കഴിഞ്ഞിട്ട് നമുക്ക് മസാലകൾ ഇടുക. ചിക്കൻ മസാല ഇടാം, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് ചിക്കൻ അങ്ങിട്ട് വെള്ളം ഒഴിക്കാതെ ചിക്കൻ വേവിച്ചെടുക്കണം. ചെറിയ തീയിലിങ്ങനെ വേവണം. അപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്, ആഹാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണിത്. വേണ്ടുന്നവർക്ക് ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചിടാം. ഇങ്ങനെ തന്നെ വാട്ടിയെടുക്കണം എന്ന് മാത്രം. ഉരുളക്കിഴങ്ങ് ഇതിലിട്ടാൽ ഇങ്ങനെ വാട്ടി, ഇങ്ങനെ തന്നെ വാട്ടി 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 നല്ലോണം വാടും. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉടയൂല ഉരുളക്കിഴങ്ങ്. പിന്നെ ഇങ്ങനെ വാട്ടി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഉടയൂല. അങ്ങനെ തന്നെ ഉരുളക്കിഴങ്ങ് എടുക്കും. ഉരുളക്കിഴങ്ങ് തന്നെ പെറുക്കി തിന്നാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റോടു കൂടി ആ ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി ചിക്കൻ കറി. ഇന്ന് പകലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, പണികളുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ വെക്കാൻ താമസിച്ചു പോയി. ഏകദേശം വാടി തുടങ്ങിയുണ്ടോ, നല്ലോണം വാടി വന്നു. ഈ മസാലയ്ക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതാ അതെ അതെ, ഇതിനകത്ത് കാണാമല്ലോ അതിൻ്റെ ആ പരസ്യം. അതെ അതെ, മലയാളത്തിൽ. അതെ അതെ, അത് ഞാനും എടുത്തിട്ടില്ല, ഞാൻ വായിക്കുന്ന കേട്ടോ. വായിക്കുന്നത് ഞാൻ ഇതിൽ വായിച്ചതാ. എവിടെയാ വെളിച്ചെണ്ണിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവിടെ ആ ഭാഗത്താണോ കടയിൽ പറഞ്ഞിരുന്നു. കടയിന്റെ ഏത് ഭാഗത്താണോ ഇന്ന ഭാഗത്ത് ഇരിപ്പുണ്ടെന്ന് ഇതിന് എത്തിയിട്ട് വല്ല ഗുണമുണ്ടോന്ന് ചോദിച്ചു. ഇത് നമ്മൾ ചിക്കൻ ഇച്ചിരി മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇന്ന് പുരട്ടി വെച്ചതാണ്.
മല്ലിയോട് നേരിട്ട് ആയില്ല, ഒന്നും കൂടി ആവണം, ഒന്നും കൂടെ വരണം. ഒരു സ്പൂണ് ഇങ്ങനത്തെ സ്പൂണിന് ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 2 സ്പൂണ് മതി. വേണ്ട, പച്ചമുളക് കുറേ ഇട്ടിട്ടില്ലേ. വേണ്ട, ചിക്കൻ മസാല ഇട്ടിട്ട് അത് ചിക്കനാ. ചിക്കൻ മസാല ഒരു 2 സ്പൂണ് മതി. ചെറിയ സ്പൂണിന് 2 സ്പൂണ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇടാം, പിഴിഞ്ഞിട്ടോ. ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങണം. അങ്ങനെ ഇരുന്ന് ചെറിയ തീയെ വെച്ചിട്ടുള്ളൂ. ചെറിയ തീയിൽ ഇങ്ങനെ ഇരുന്ന് വേവ്. ഇനി ചെറിയ തീയിൽ വേവട്ടെ. നമുക്കിതിങ്ങനെ അടച്ച് വയ്ക്കാം. ഇങ്ങനെ തന്നെ അടച്ച് വെച്ചാൽ മതി കേട്ടോ. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നല്ല കനമുള്ള ചീനിച്ചട്ടിയാണ്, അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിൽ തന്നെ ഇങ്ങനെ വേവട്ടെ. കണ്ടോ, സൂപ്പർ കറിയായി. ഇതാണ് ചിക്കൻ കറി. നമുക്കത് അടച്ചു വയ്ക്കാം. മേലെ മേലെ വാനം, വാനം മേലെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ ഏറെ ദീപം ചാർത്തും. മേലെ മേലെ വാനം, വാനം മേലെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ ഏറെ ദീപം ചാർത്തുന്നു.